വളരെ നാടകീയമായ നീക്കങ്ങളാണ് കേരള രാഷ്ട്രീയത്തെ ഞെട്ടിച്ചുകൊണ്ട് നടത്തിയ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അർദ്ധരാത്രി ഏകദേശം 12:30യോടെയാണ് പാലക്കാട്ടെ KPM റീജൻസി ഹോട്ടലിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കസ്റ്റഡിയിലാകുന്നത്. മൂന്നാമത്തെ ബലാത്സംഗ കേസിലാണ് ക്രൈംബ്രാഞ്ചിന്റെ തിടുക്കപ്പെട്ടുകൊണ്ടുള്ള രാഹുലിന്റെ അറസ്റ്റ് നടത്തിയിരിക്കുന്നത്. കസ്റ്റഡിയിലെടുക്കാൻ വന്ന പോലീസിനെ കണ്ട രാഹുൽ പതറുകയായിരുന്നു. ഭയന്ന് റൂമിന്റെ വാതിൽ പോലും തുറക്കുന്നുണ്ടായില്ല. ഒടുക്കം പോലീസ് ഉദ്യോഗസ്ഥർ തള്ളി തുറന്നാണ് രാഹുലിനെ പിടിച്ചുകൊണ്ടുപോയത്. പിന്നീട് പത്തനംതിട്ട AR ക്യാമ്പിൽ എത്തിച്ച രാഹുൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ ആകെ ആശയക്കുഴപ്പത്തിലാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്വേഷണവുമായി ഒട്ടും തന്നെ രാഹുൽ സഹകരിക്കുന്നുണ്ടായില്ല. കൂടാതെ അറസ്റ്റ് മെമ്മോയിലും ഇൻസ്പെക്ഷൻ മെമ്മോയിലും രാഹുൽ ഒപ്പിടാനും കൂട്ടാക്കുന്നില്ല എന്നും പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു. ഒരു പ്രതിഷേധം എന്നുള്ള നിലയിലായിരുന്നു രാഹുൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും രാഹുൽ ഒപ്പിടാൻ വഴങ്ങിയില്ല. ഞായറാഴ്ച രാവിലെ 7:30ഓടെയാണ് രാഹുലിനെ പത്തനംതിട്ട AR ക്യാമ്പിലെത്തിച്ച് ചോദ്യം ചെയ്തത്. ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. രാഹുൽ അറസ്റ്റ് മെമ്മോയിലും ഇൻസ്പെക്ഷൻ മെമ്മോയിലും ഒപ്പിടാതെ വന്നപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ രാഹുൽ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നും ഒപ്പുവയ്ക്കുന്നില്ല എന്നും കാണിച്ചുകൊണ്ട് ഗസറ്റഡ് ഉദ്യോഗസ്ഥരെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തുകയാണ് ചെയ്തത്. ഒപ്പം രാഹുലിന്റെ അറസ്റ്റ് ബന്ധുക്കൾ അറിഞ്ഞുവെന്ന കാര്യം രാഹുലിനെ സന്ദർശിക്കാനെത്തിയ ബന്ധുവിൽ നിന്ന് തന്നെ എഴുതി വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ലൈംഗിക പീഡന പരാതിയിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുലിനെ ചൊവ്വാഴ്ച ഹാജരാക്കാൻ തിരുവല്ല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അരുന്ധതി ദിലീപ് ഉത്തരവിട്ടിട്ടുണ്ട്. പ്രതിഭാഗം നൽകിയ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് ഈ ഉത്തരവ്. അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം ജാമ്യാപേക്ഷയിൽ വിധി പറയും. ഒപ്പം ചൊവ്വാഴ്ച തന്നെ കേസ് അന്വേഷിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രാഹുലിന്റെ കസ്റ്റഡി ആവശ്യപ്പെട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകും. 7 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെടുമെന്നാണ് സൂചന. ഇപ്പോൾ മാവേലിക്കര സബ് ജയിലിലാണ് രാഹുലിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. കാനഡയിൽ ജോലി ചെയ്യുന്ന കോട്ടയം സ്വദേശിയായ 31-കാരിയാണ് പരാതിക്കാരി. 2024 ഏപ്രിൽ 8-ന് തിരുവല്ലയിലെ ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ മൊഴി. ഗർഭിണിയാണെന്നും പിന്നീട് ഗർഭം സ്വയം അലസിപ്പോയെന്നും SITക്ക് നൽകിയ മൊഴിയിൽ പറയുന്നു. വിഷയത്തെ ചൊല്ലി രാഷ്ട്രീയ തർക്കങ്ങൾ കൂടി വരുമ്പോൾ രാഹുലിനെ കോൺഗ്രസ് നേതൃത്വം നേരത്തെ തന്നെ പുറത്താക്കിയിരുന്നു എന്നതാണ് ശ്രദ്ധേയം. എന്നാലും ചില നേതാക്കൾ രാഹുലിനെ പിന്തുണയ്ക്കുമ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇത് വഴിവെക്കുന്നുണ്ട്.